ഇറാനെതിരായ വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ച ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച ആരംഭിച്ച സൈനിക നടപടികൾക്കിടെ 2 വിമാനങ്ങൾ തകർത്തിട്ടുവെന്നാണ് ഇറാൻ പറയുന്നത്. സ്കൈ ന്യൂസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. രണ്ട് F-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ സൈന്യം തകർത്തതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ ലൈറ്റ്നിംഗ് 2 ഇനത്തിൽപ്പെട്ട 5ാം തലമുറ F-35 യുദ്ധവിമാനങ്ങളാണ് തകർന്നത്. ഇറാൻ സൈനിക വക്താവാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന് അവകാശപ്പെടുന്നത്. ഡിഫൻസ് ഗവേഷണ മാധ്യമമായ എയർ ആൻഡ് സ്പേസ് ഫോഴ്സസ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം $100 മില്യൺ ഒരു F-35 ഫൈറ്റർ ജെറ്റിന്റെ വില, ഏകദേശം 860 കോടി രൂപ. ലോകത്തെ തന്നെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണിത്. റഡാറുകൾ മറികടന്ന് മുന്നേറാനുള്ള ശേഷിയും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുമെല്ലാം ഇതിനകത്തുണ്ട്. ഇത്തരത്തിൽ അതീവ സുരക്ഷാ സന്നാഹങ്ങളുള്ള 2 വിമാനങ്ങളാണ് ഇറാൻ തകർത്തുവെന്ന് പറയുന്നത്. എന്നാൽ ഇറാൻ അവകാശവാദം സമ്പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വാദിക്കുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ നേരിട്ട കനത്ത പ്രഹരത്തിന്റെ ആഘാതം മറയ്ക്കാൻ വേണ്ടി ഇറാൻ പടച്ചുണ്ടാക്കുന്ന വ്യാജ വാർത്തകളിൽ ഒന്നു മാത്രമാണിതെന്നാണ് ഇസ്രായേലിന്റെ വിമർശനം. യുദ്ധവിമാനങ്ങൾ തകർന്നുവെന്ന വാർത്തയിൽ IDFും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനും ഇസ്രായേലിനും ഇടയിൽ ഏകദേശം 1700 കിലോമീറ്ററിലേറെ ആകാശ ദൂരമുണ്ട്. നേരിട്ടുള്ള ആക്രമണത്തിന് ലക്ഷ്യപ്രാപ്തി ഉറപ്പില്ലാത്തതിനാൽ 200 യുദ്ധവിമാനങ്ങൾ അയച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. 1000-ലേറെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇറാനിലെ 100-ലേറെ സ്ഥലങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ബോംബുകളും മിസൈലുകളും വർഷിച്ചത്. അതിനിടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ എത്തിയ ഡ്രോണുകൾ ഇറാൻ സൈന്യം തകർത്തതായി CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽമാസ് മേഖലയിലാണ് ഡ്രോണുകൾ തകർത്തിട്ടത്. ശനിയാഴ്ച രാവിലെയായിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണ ശ്രമം ഉണ്ടായത്. മധ്യ ഇറാനിലെ ഖോമിലുള്ള തന്ത്രപ്രധാനമായ ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങളും തകർത്തിരുന്നു. ഇറാന്റെ എയർ ഡിഫൻസ് സംവിധാനമാണ് ആക്രമണ ശ്രമം വിഫലമാക്കിയത്. ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നുമില്ല എന്ന് ഇറാൻ വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിലും ഇസ്രായേൽ സൈന്യം വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും മൊസാദും ചേർന്ന് ഇറാനിൽ രഹസ്യ ഡ്രോൺ ബേസ് സ്ഥാപിച്ചിരുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയ ശേഷമായിരുന്നു ഇസ്രായേൽ മിസൈൽ വർഷം നടത്തിയത്. ഇതോടൊപ്പം ഇറാനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കിയെത്തുന്ന മിസൈലുകൾ തകർക്കാനും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മധ്യ ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കടുത്തായി മിസൈലുകൾ വിന്യസിച്ചിരുന്നതായും മൊസാദ് അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് അതീവ രഹസ്യമായി ആയുധങ്ങൾ അതിർത്തി കടത്താനും ഇസ്രായേലിനായിരുന്നു. തെഹ്റാൻ, നെതാൻസ്, തബ്രീസ്, ഇസ്ഫഹാൻ, അറാഖ്, കിർമാൻഷാ എന്നിങ്ങനെയുള്ള ഇറാനിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇസ്രായേൽ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ നടന്ന ആക്രമണം ഏതാനും മണിക്കൂറുകൾ നീണ്ടുനിന്നു. സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ആക്രമണം. അതിനു പുറമെ ജനവാസ മേഖലകളിലും വ്യാപകമായ ആക്രമണമുണ്ടായി. നെതാൻസിലെ ആണവ പ്ലാന്റിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ബാക്കി പ്ലാന്റുകളിൽ ആക്രമണം അത്ര ബാധിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. തങ്ങളുടെ സൈനിക നിരയിലും ആണവ പരീക്ഷണ രംഗത്തും ഏറ്റവും സുപ്രധാന റോളിലുള്ള വ്യക്തിത്വങ്ങളെയെല്ലാം വകവരുത്താൻ ഇസ്രായേലിനായെന്ന സത്യമാകും ഇറാനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. IRGC തലവൻ ഹുസൈൻ സലാമി, ഇറാൻ സംയുക്ത സേനാ മേധാവി മുഹമ്മദ് ബാഗേരി എന്നിവർ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. അതിനു പുറമെ 70-ലേറെ സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമണത്തിനിരയായവരിൽ ഏറിയ പങ്കും.